നമസ്കാരം. അർജന്റീന പ്രീ ക്വാർട്ടർ പോരാട്ടത്തിനിറങ്ങുകയാണ്. ഇതിഹാസങ്ങൾ ഒന്നൊന്നായി മടങ്ങുന്ന ലോകകപ്പാണ്. ആദ്യം നെയ്മറുടെ പടിയിറക്കമായിരുന്നു. പിന്നാലെ ക്രിസ്ത്യാനോ റൊണാൾഡോയും ലോകകപ്പ് വേദി വിട്ടു. ലയണൽ മെസ്സി ഇന്ന് പ്രീ ക്വാർട്ടറിൽ എത്തുമ്പോൾ ആശങ്കയുണ്ട് ആരാധകർക്ക്. പക്ഷേ മറുവശത്ത് ഈജിപ്റ്റ് ആയതുകൊണ്ടും അർജന്റീനയ്ക്ക് അത്ര വലിയ വെല്ലുവിളി ആകില്ല എന്ന് ആശ്വസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു അർജന്റീന ആരാധകർ. അറ്റ്ലാന്റയിലേക്ക് ആരാധകരുടെ പ്രവാഹമാണ്. നീല വെള്ള ജേഴ്സിയിൽ അവർ ആൽബി സെലസ്റ്റകൾക്ക് വേണ്ടി ആർത്തു വിളിക്കും. വാമോസ് വിളിച്ചുകൊണ്ടേയിരിക്കും. ആ കരുത്തിൽ അർജന്റീന മുന്നേറുമെന്ന് കരുതാം, പ്രതീക്ഷിക്കാം. സ്വാഗതം ഫുട്ബോളത്തിലേക്ക്. ലോകകപ്പിൽ അർജന്റീനയ്ക്ക് ഇന്ന് പ്രീ ക്വാർട്ടർ പോരാട്ടമാണ്. മുഹമ്മദ് സലാഹയുടെ ഈജിപ്തിനെ 9:30 മെസ്സിയും സംഘവും നേരിടും. പ്രതിരോധത്തിലൂന്നി കൗണ്ടർ അറ്റാക്കുകളിലൂടെ ഗോൾ നേടാനുള്ള ശ്രമത്തിലായിരിക്കും ഈജിപ്റ്റ് എന്നുള്ളതിൽ സംശയമില്ല. അർജന്റീന നിരയിൽ 4 മാറ്റങ്ങളെങ്കിലും ഉണ്ടാവുമെന്നാണ് സൂചന. അറ്റ്ലാന്റിക് ഇപ്പോൾ നീലയും വെള്ളയുമാണ് നിറം. എവിടെ തിരിഞ്ഞാലും അർജന്റീന ആരാധകരെ കാണാം. പാട്ടും ബഹളവുമായി അറ്റ്ലാന്റയെ ചെറിയൊരു ബ്യൂണസ് അയേഴ്സ് ആക്കി മാറ്റിയിരിക്കുന്നു അവർ. റൗണ്ട് ഓഫ് 32 കടുത്ത പരീക്ഷണം നേരിട്ടവരാണ് അർജന്റീനയും ഈജിപ്തും. കേപ്പ് വെർഡേക്ക് മുന്നിൽ വിയർക്കുന്ന മിശിഹായെ ലോകം കണ്ടു. എക്സ്ട്രാ ടൈമിലെ ഗോളിൽ അർജന്റീന രക്ഷപ്പെട്ടെങ്കിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് ഓസ്ട്രേലിയയെ ഈജിപ്ത് മറികടന്നത്. എല്ലാ പാസും മെസ്സിയിലേക്കെന്ന മട്ടിലാണ് അർജന്റീനയുടെ കളി. മെസ്സിയെ അസാധാരണമാം വിധം മാർക്ക് ചെയ്താൽ പ്ലാൻ ബി എന്താണെന്ന് ഇനിയും അർജന്റീന കണ്ടെത്തിയിട്ടില്ല. 7 ഗോളുകളുമായി മുന്നിലോടുന്ന മെസ്സി ഏതടഞ്ഞ വാതിലും തുറക്കുമെന്ന് കോച്ച് സ്കലോണി പ്രതീക്ഷിക്കുന്നു. വിങ്ങുകളിൽ നിന്ന് ക്രോസുകൾ വരാത്തതായിരുന്നു കഴിഞ്ഞ മത്സരത്തിലെ പ്രധാന പ്രശ്നം. കേപ്പ് വെർഡയുടെ പ്രതിരോധത്തിൽ അർജന്റീന പരുങ്ങിയതാണ് ഈജിപ്തിന് പ്രതീക്ഷ നൽകുന്നത്. ഡിഫൻസിൽ വിള്ളൽ വരാതെ നോക്കാനായിരിക്കും ആദ്യ തീരുമാനം. പരുക്കിൽ നിന്ന് പൂർണ്ണമുക്തനല്ലെങ്കിലും മുഹമ്മദ് സലാഹയുടെ സാന്നിധ്യം ഈജിപ്തിന് ഊർജമാണ്. ടൂർണമെന്റിൽ 2 ഗോളുകൾ നേടിയ ഇമാം അഷൂറും മികച്ച ഫോമിലാണ്. ലോകകപ്പ് ചരിത്രത്തിൽ 2 ടീമും ആദ്യമായാണ് നേർക്കുനേർ വരുന്നത്. ആദ്യമായി പ്രീ ക്വാർട്ടറിലെത്തിയ ഈജിപ്തിന് സ്വപ്ന മുന്നേറ്റം സാധ്യമായാൽ ലോകകപ്പ് ക്വാർട്ടറിലെത്തുന്ന 5ാമത്തെ ആഫ്രിക്കൻ രാജ്യമായി ഈജിപ്ഷ്യൻ സംഘം മാറും. വെൽക്കം ഡെസ്ക് ന്യൂസ് 18. മലപ്പുറത്ത് നിന്ന് CV അനുമോദ്, തിരുവനന്തപുരത്ത് നിന്ന് നിതിൻ മോഹൻ, ന്യൂസ് ഡെസ്കിൽ നിന്ന് അജ്മൽ എന്നിവർ ചേരും. ആദ്യം ഞാൻ അനുമോദിലേക്ക് പോവുകയാണ്. അനുമോദ്, ഈ മലപ്പുറം എപ്പോഴും ഫുട്ബോൾ ആവേശത്തിൽ പേര് കേട്ടതാണല്ലോ. പ്രത്യേകിച്ച് അവിടുത്തെ ഒരു ആരവം പറഞ്ഞറിയിക്കേണ്ട സാഹചര്യമില്ല. ഇപ്പോൾ തന്നെ ഒരുപാട് പേര് എത്തിയിട്ടുണ്ടാകും അവിടെ ലയണൽ മെസ്സിയുടെ കളി കാണാൻ. ഈ റൊണാൾഡോ ഇല്ല, നെയ്മർ ഇല്ല. അപ്പോൾ ഇനി അർജന്റീന ഫാൻസിനോട് കൂടുന്നുണ്ടോ മറ്റ് ടീം അംഗങ്ങൾ? എൽദോ, സത്യം പറഞ്ഞാൽ അർജന്റീനിയൻ ഫാൻസിന്റെ ഒരു അയ്യരുകളിയാണ് മലപ്പുറത്ത് നമുക്ക് പറയേണ്ടി വരും. ഒരു വശത്ത് അർജന്റീന ആരാധകർ, മറുവശത്ത് ഇതുവരെ ഉണ്ടായിരുന്ന പോർച്ചുഗൽ ആരാധകരും ബ്രസീൽ ആരാധകരൊക്കെ ഇന്ന് ഈജിപ്തിന്റെ ആരാധകരായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടാവുക. നമുക്ക് അർജന്റീന ടീമിന്റെ ആരാധകരോട് ചോദിക്കാം, എന്താണ് ഇന്നത്തെ ഒരു പ്രതീക്ഷ? ഇന്നത്തെ പ്രഡിക്ഷൻ എന്താ വെച്ചാൽ ഒരു 2 ഗോളിന് ജയിക്കും. മറുപടി ഇല്ലാത്ത 2 ഗോളാവോ അതോ മറുപടി ഇല്ലാത്ത 2 ഗോളോ? ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിലെ പോലെ കപ്പവർദ്ധനായിട്ട് കളിച്ച പോലെ ഒരു പ്രസ്സിങ്, ഒരു പുഷൊന്നും പ്രാവശ്യം ഉണ്ടാവില്ല. ഒരു ആഫ്രിക്കൻ ടീമാണ്, പക്ഷെ എന്നിരുന്നാലും ഒരു വല്ലാതൊരു റിസ്ക് ഉണ്ടാവില്ല. ഓക്കെ, കഴിഞ്ഞ മത്സരം കുറച്ച് ടാസ്ക് ആയിരുന്നു. പക്ഷെ അത് ആദ്യമായിട്ടുള്ളൊരു
ദേശീയ ടീമിനോട് കളിക്കുമ്പോൾ ഒരു പ്രശ്നമായിരുന്നു. അത് പിന്നെ ഈ കപ്പവർദ്ധ എന്ന ടീം ആദ്യമായിട്ടാണ് ഇന്റർനാഷണൽ മാച്ച് കളിക്കുന്നത്. അവർ മുമ്പ് പിന്നെ ഫ്രണ്ട്ലി മാച്ചൊക്കെ കളിച്ചിട്ടുണ്ട് പോർച്ചുഗലിനായിട്ട്. പക്ഷേ പോർച്ചുഗലിന് ജയിക്കാൻ പറ്റിയില്ല അവരേറ്റവും. അവരെന്ന് പറഞ്ഞാൽ അവർക്ക് ആക്ച്വലി ഒന്നും നഷ്ടപ്പെടാനില്ല. പിന്നെ അവരെ പിന്നെ ഡിഫൻസ് ആയാലും പിന്നെ സെൻറ്റർ ആയാലും സ്ട്രൈക്കേഴ്സ് ആയാലും ഗോൾ കീപ്പർ ആയാലും ഭയങ്കര ഫോമായിരുന്നു. അപ്പോൾ അവരെ മാക്സിമം ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് അവർ കാഴ്ചവെച്ചിട്ടുണ്ട്. അത് കുറച്ച് ടാസ്ക് ആയിരുന്നു അർജന്റീനക്ക്. അർജന്റീനയുടെ ആരാധകരെന്ന് പറഞ്ഞത് അത് തീർച്ചയായിട്ടും, കാരണം അവർ മാക്സിമം മെസ്സിയാണ് മാർക്ക് ചെയ്ത്. പിന്നെ നമ്മൾ സ്ട്രൈക്കേഴ്സ് കുറച്ച് ഫോം ഔട്ട് ഉണ്ട് അർജന്റീനയുടെ. ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അൽവാരസ്, പിന്നെ മിഡ് കളിക്കുന്ന എൻസോ ഫെർണാണ്ടസ്, പിന്നെ റൈറ്റ് ഔട്ട് കളിക്കുന്ന അൽമാഡ. അപ്പോൾ അവരൊക്കെ കുറച്ച് വീക്കായിരുന്നു. അപ്പോൾ മെസ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് കാണുന്ന ഒരു ഇതായിരുന്നു. അപ്പോൾ മെസ്സിനെ മാർക്ക് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് അത് സ്കോർ ചെയ്യാൻ കഴിയുന്നില്ല. ഓക്കെ ഓക്കെ. ഇന്നത്തെ ഒരു കളിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് അത്ര ഒരു റിസ്ക് ഇല്ല. നമ്മൾ പിന്നെ ഓൾറെഡി ഈജിപ്തിനായിട്ട് ഒരു ഫ്രണ്ട്ലി മാച്ച് മാത്രമേ കളിച്ചിട്ടുള്ളൂ. അത് 2-0 ജയിച്ചതാണ്. അർജന്റീന എന്തായാലും രണ്ട് ഗോളിന് എന്തായാലും ഒന്ന് ജയിക്കും, ഒരു സംശയമില്ല. മിനിമം 2 ഗോൾ അതിൽ മേലക്കുണ്ടെങ്കിലും സ്ഥലം ഒരു ഗോൾ അടിക്കുന്നുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ മെസ്സി ഇന്ന് എന്തായാലും എന്താണ് ഇന്നത്തെ കളിയുടെ പ്രതീക്ഷ? അർജന്റീന അടിക്കും. മെസ്സി ഫാനാണോ? സാധാരണ ഈ കുട്ടികളൊക്കെ CR7 ഫാനാണല്ലോ. വാപ്പാന്റെ നിർബന്ധം കാരണോ? വാപ്പയാണോ? എങ്ങനെയാണ്? എന്താണ് ഇന്നത്തെ കളിയുടെ പ്രതീക്ഷ? ഈജിപ്ത് ജയിക്കുന്ന അർജന്റീന ജയിക്കുന്നു. എവിടെയാണെങ്കിലും തിരക്കിലാണ്. അർജന്റീനയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണോ? ടെൻഷനില്ലല്ലോ. ഇന്ന് ഒരു ടെൻഷൻ ഇല്ലാതെ കളി. കാരണം ബ്രസീൽ പുറത്തുപോയി, പോർച്ചുഗൽ പുറത്തുപോയി. നമുക്ക് ഈ ടെൻഷൻ ഇല്ലാതെ പ്രാവശ്യത്തെ വേൾഡ് കപ്പ് ഓൾറെഡി ഞങ്ങൾക്ക് ടെൻഷൻ ഇല്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ വേൾഡ് കപ്പ് ഒക്കെ നമുക്ക് തന്നെ ഇല്ല, ഒരു ടെൻഷനും ഇല്ല. അത് കേപ്പ് പുറത്തേക്കുള്ള ഒരു മത്സരം ഞങ്ങൾക്ക് നല്ല ടെൻഷനായിരുന്നു. കാരണം അത് ആരാണെന്ന് എങ്ങനെയെന്നുള്ളൊരു ഐഡിയ ഇല്ലാത്തൊരു ടീം വരുന്നത്. അത് കോച്ച് സ്കൊലാനിക്ക് തന്നെ ഭയങ്കര ടെൻഷൻ ഇല്ലാത്ത ഒരു ടെൻഷനോട് കൂടിയിട്ടുള്ള ഒരു കളി. പക്ഷെ അതിനൊക്കെ ഒരു തരണം ചെയ്തിട്ട് ഓവർകം ചെയ്തിട്ടുള്ള ഒരു ടീമാണെന്ന് ഇറങ്ങാൻ പോകുന്നത്. ഓ തീർച്ചയായിട്ടും. പക്ഷെ ഈജിപ്തിന് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. എന്നാലും ലൈനപ്പിലൊക്കെ ചെറിയ ചേഞ്ചസ് വരുന്നുണ്ട്. ലൈനപ്പിലൊക്കെ ചേഞ്ചസ് വരുന്നുണ്ട്. അല്ലല്ല, കാരണം അർജന്റീന റൈറ്റ്. അനുമോദാണ് നൽകുന്നത്. അനുമോദ ഓഡിയോയിൽ ചെറിയ കംപ്ലൈൻറ്റ് കൊണ്ട് ഞാൻ അനുമോദിലേക്ക് മടങ്ങിയെത്താം. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് നിന്ന് നിതിൻ മോഹനും ഉണ്ട്. നിതിനുള്ളത് വഞ്ചൂരിലാണ്. വഞ്ചൂരിലും ഈ ബിഗ് സ്ക്രീനിലൊക്കെ TV മത്സരം പ്രദർശിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ക്ഷമിക്കണം നിതിൻ, എന്താണ് വഞ്ചൂരിൽ ആളുകളൊക്കെ എത്തിത്തുടങ്ങിയോ? അർജന്റീന ആരാധകരെ ആരെങ്കിലും പിടിക്കാൻ പറ്റിയോ? നിതിന്റെ മുഖത്ത് ഒരു ക്ഷീണമുണ്ട് പോർച്ചുഗൽ പുറത്തായതിന്റെ. ബ്രസീൽ നേരത്തെ പുറത്തായിരുന്നു. ബ്രസീലിന്റെയും പോർച്ചുഗലിന്റെയും ആരാധകനായിരുന്നു നിതിൻ. രണ്ടും തീർന്നു. അല്ല, അതിലൊരു ക്ലാരിഫിക്കേഷൻ വരുത്തണം എൽദോ. ഞാനൊരു ബ്രസീൽ ആരാധകനാണ്. പക്ഷേ റൊണാൾഡോനോടുള്ള ഇഷ്ടം കാരണം പോർച്ചുഗൽ ഇത്തവണ പോർച്ചുഗലിനെ സപ്പോർട്ട് ചെയ്തെന്നുള്ളൂ. അപ്പൊ എൽദോ, ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് വഞ്ചിയൂരാണ്. വഞ്ചിയൂർ കോർട്ടിന് സമീപത്തെ ബിഗ് സ്ക്രീനിലാണ്. അപ്പോൾ ഇവിടെ ഉള്ള കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാധകരൊക്കെ എത്തുന്നതേ ഉള്ളൂ. കാര്യം മത്സരം 9:30-ക്കാണ്. 9:30-ക്കുള്ള മത്സരം. അതുകൊണ്ട് ഇവർ ആദ്യമേ വന്ന് സീറ്റൊക്കെ പിടിച്ച് അവരുടെ കംഫർട്ട് സോണിൽ അവർ ഇരിക്കുന്നുണ്ട്. എന്തായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. നമുക്ക് ഇവിടെ ആരാധകരോട് തന്നെ ചോദിച്ചു നോക്കാം. അർജന്റീന ഫാൻസ് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് നമുക്ക്. ഹായ്, അപ്പം ഇന്ന് അർജന്റീനയുടെ ഉറപ്പായിട്ടുള്ള വിജയം തന്നെയാണ്. ഉറപ്പായിട്ടും ഇതുവരെയുള്ള കളിയിലെല്ലാം ജയിച്ചാണ് വന്നത് ഈ വട്ടത്തെ ഫിഫയില്. അപ്പൊ എന്തായാലും ഉറപ്പായിട്ടും ഇതും വിന്നാവും തന്നെയാണ് പ്രതീക്ഷ. മെസ്സി ഇന്ന് ഗോൾ അടിക്കും. ഇതുവരെയുള്ള കളിയിലെല്ലാം ഒരു മിനിമം ഒരു ഗോളെങ്കിലും അടിച്ചടിച്ചാണല്ലോ വന്നത്. അപ്പൊ എന്തായാലും ഈ വട്ടം കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. പോക്ക് തന്നെയാണ് മെസ്സി. എന്നുവെച്ചാൽ ചെറിയ പിള്ളേരുടെ കൂടെ കോമ്പീറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയൊരു ഇതാണ്. മെസ്സിക്ക് വയസ്സായി എന്നാണ് പറയുന്നത്. അങ്ങനല്ല, മീൻസ് 39 വയസ്സായിട്ടും മീൻസ് ഇപ്പൊ റിട്ടയർഡ് ആവുന്ന പ്ലേയേഴ്സിന്റെ കൂടെ ഉള്ള ഒരാളാണല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പം നോക്കുമ്പം ഇപ്പൊ ഉള്ള എല്ലാവരുടെയും കൂടെ കോമ്പീറ്റ് ചെയ്ത് നിൽക്കുന്ന അതൊരു വലിയ കാര്യമാണ്. എൽദോ, ആരാധകർ പറയുന്നത് എന്തായാലും മെസ്സി ഇന്ന് ഉറപ്പായിട്ടും ഗോൾ അടിക്കുമെന്നും ഗോൾഡൻ ബൂട്ട് നേടുമെന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും എനിക്ക് വലിയ വിശ്വാസമില്ല. കാര്യം ഫോർസ പോർച്ചുഗൽ. ഞാനിപ്പോൾ നമുക്ക് മറ്റു കുറച്ച് ആരാധകർ നമുക്ക് ഇവിടെ കാണാം. അർജന്റീന എന്താണ് ഇന്ന് ജയിക്കുമെന്നാണ് പ്രതീക്ഷ. ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും. ഈജിപ്റ്റ് നമ്മൾ ഒരിക്കലും വില കുറച്ച് കാണില്ല. ടൈറ്റ് കളി പ്രതീക്ഷകളുണ്ട്. 2-0 അല്ലെങ്കിൽ 2-1 ജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുഹമ്മദ് സല നല്ലൊരു പ്ലെയർ ആണ്. എന്തായാലും മെസ്സിയോടൊപ്പം തന്നെ ഇപ്പം പറയുന്ന ഇംഗ്ലീഷ് ലീഗിലൊക്കെ ഒരുപാട് ഗോളുകൾ നേടിയ ഒരു താരമാണ് മുഹമ്മദ് സല. അപ്പൊ ഈജിപ്തിനെ നമുക്ക് താഴ്ത്തി കളയാൻ സാധിക്കില്ല. ഇല്ല, ഒരിക്കലും പ്രതീക്ഷിക്കും അങ്ങനെ പറയാനില്ല. കാരണം മുഹമ്മദ് സല മെസ്സിയെ പോലെ തന്നെ ഗോൾ അടിക്കാൻ പറ്റിയ പ്ലെയറാണ്. കാരണം പുള്ളിക്കാരന്റെ അവിടെ ഏത് ആംഗിളിൽ നിന്ന് ഗോൾ കിട്ടിയാലും പുള്ളിക്കാരൻ സ്ട്രൈക്ക് ചെയ്യും.
അതുകൊണ്ട് നമുക്കൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. എന്നാൽ ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും. അപ്പൊ തന്നെ നമുക്കറിയാം ഒരുപാട് വൺമാർ ഇപ്പം നെതർലാൻഡ്സ് ഒക്കെ കപ്പടിക്കുമെന്ന് പ്രഡിക്ട് ചെയ്ത ഒരു വേൾഡ് കപ്പിനാണ്. നെതർലാൻഡ്സിന്റെ ടീമും അത്രയും മികച്ചൊരു ടീം തന്നെയായിരുന്നു. എന്നിട്ടും വലിയ വലിയ ടീമുകൾ പുറത്താവുകയാണ്. അപ്പം അട്ടിമറി വിജയത്തിനാണ് ഈജിപ്ത് നിൽക്കുന്നത്. അപ്പം അവർ വിജയിക്കുമെന്ന് തോന്നുന്നു. എന്തായാലും ഇന്ന് ഈജിപ്ത് ജയിക്കാൻ വേണ്ടി കുറെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരും. പക്ഷേ നമ്മൾ ഈജിപ്ത് ജയിക്കാൻ വേണ്ടി ബ്രസീൽ ഫാൻസും പോർച്ചുഗൽ ഫാൻസും ഇവിടെ ഇഷ്ടം പോലെ വരും. അതുകൊണ്ട് ഇന്ന് ഭയങ്കര ബഹളമായിരിക്കും. ഈജിപ്ത് ഒരു ഗോൾ അടിച്ചാൽ ഫാൻസും തോൽവിയിൽ ഭയങ്കര നിരാശയിലിരിക്കണം. അപ്പൊ അർജന്റീന തോറ്റുകൂടി കണ്ടു കഴിഞ്ഞാൽ അവർക്ക് സമാധാനവും. അതെ അതെ, അതിനുവേണ്ടിയാണ് ഇന്ന് ഫുള്ള് ഇവിടെ നമുക്ക് ജനക്കൂട്ടമായിരിക്കും. എന്റെ പൊന്നു ചേട്ടാ, അതുപോലെ തന്നെയാണ് മൈക്കുമായി നിൽക്കുന്ന നിതിൻ മോഹനും പോർച്ചുഗലിനും ബ്രസീലിനും വേണ്ടി വാദിക്കുന്ന ആളാണ്. അർജന്റീനയുടെ അഭിപ്രായം തേടുന്നത് മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി ആളുകൾ എല്ലാവരും വരും. അല്ല, അവര് കളിച്ചു കഴിഞ്ഞാൽ പിന്നെ തോക്കേണ്ട ആവശ്യമില്ലല്ലോ. ബ്രസീൽ ഫാനാണല്ലേ? അല്ല, പോർച്ചുഗൽ ഫാനാണ്. പോർച്ചുഗൽ ഫാനാണ്. ഇന്നലെ വരണ്ടായിരുന്നു നിങ്ങൾ. മാത്രമല്ല ഇവിടെ ഒരു റൊണാൾഡോ ഫാനെ റൊണാൾഡോ, CR7, റൊണാൾഡോ. ഇന്ന് കഴിയും. യൂറോ കപ്പ് മതി. 4 സ്റ്റാർ ഇവിടെ കയറി 20-ാം തീയതി. 4 സ്റ്റാർ ജേഴ്സിയിൽ അവർ ഒരു സ്റ്റാറിനും കൂടിയുള്ള ഇടം ഇട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഉറപ്പായിട്ടും ഇത്തവണത്തെ വേൾഡ് കപ്പ് വീണ്ടും ഡിഫെൻഡിംഗ് ചാമ്പ്യന്മാരായ അർജന്റീന നേടുമെന്നാണ് പറഞ്ഞത്. നമുക്ക് ഇവിടെ മറ്റൊരു ആരാധകനെ കാണുന്നത് ആദ്യമേ വന്ന് സീറ്റ് പിടിച്ചിട്ട് ഇവിടെ തന്നെ ഇരിക്കുക അല്ലേടാ? 2 ഗോൾ ഇന്ന് ഉറപ്പാ. ഉറപ്പ് 2 മെസ്സി ഉറപ്പ്. അപ്പം അർജന്റീന ഇത്തവണ കപ്പടിക്കും എന്നുള്ള കാര്യം അത് ഉറപ്പാ. അപ്പൊ എന്തായാലും എൽദോ, എനിക്കതിൽ വലിയ ആവേശമൊന്നുമില്ല. കാര്യം എൽദോയ്ക്ക് അറിയാവുന്ന പോലെ ഞാനൊരു ക്രിസ്ത്യാനോ റൊണാൾഡോ ഫാൻ ആയതുകൊണ്ടും നമ്മുടെ രാജാവിന് കിട്ടാത്ത കപ്പ് രണ്ടാമത്തെ തവണയും വീണ്ടും മറ്റൊരു രാജാവിന് കിട്ടണ്ട. മറ്റൊരു കാഴ്ച ഒരു പേരുണ്ട്, ബ്രോച്ചുഗൽ എന്ന്. ഈ ബ്രോച്ചുഗൽ ആരാധകൻ എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള സാമ്പിൾ ആണ് ആ നിൽക്കുന്ന റിപ്പോർട്ടിങ്ങിന് പോയിരിക്കുന്ന നിതിൻ മോഹൻ. കാരണം ആദ്യം റിപ്പോർട്ടിംഗ് ലൈവിൽ തത്സമയം ആദ്യം നിതിൻ പറഞ്ഞത് ഞാനൊരു ബ്രസീൽ ഫാനാണെന്നാണ്. ഇപ്പോൾ പറയുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ ഫാനാണെന്ന്. അതുകൊണ്ട് തന്നെയാണ് അർജന്റീന ആരാധകർ ഇങ്ങനെ വിമർശിക്കുന്നത്. തൽക്കാലം ഞാൻ അങ്ങോട്ട് വരുന്നില്ല, ഞാൻ അനുമോദിലേക്ക് പോവുകയാണ്. തിരികെ എത്താൻ നിതിൻ. അനുമോദ്, ആദ്യം ഓഡിയോ ചെയ്തൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മലപ്പുറത്തെ ഫുട്ബോൾ ഫാൻസിന്റെ പ്രതീക്ഷ അത് മെസ്സി തന്നെയാണ്, സംശയമില്ല. പക്ഷേ ഇപ്പോൾ ഈ നിതിനൊക്കെ പറഞ്ഞ പോലെ ഈ ബ്രസീലിന്റെയും പിന്നെ പോർച്ചുഗലിന്റെയും ഒക്കെ ഫാൻസ് ഒക്കെ ഇനിയൊരു അവിയൽ മുന്നണി ഉണ്ടാക്കുകയാണല്ലോ. അതാണല്ലോ അതിലെ പ്രശ്നം. അതാണ് ഇതിനോട് സാമ്പാർ മുന്നണി രൂപീകരിക്കപ്പെടുന്നു എന്നാണ് അർജന്റീന ഫാൻസ് പറയുന്നത്. സലാമക്ക പറയുന്ന ഇടയിൽ നമുക്ക് നിർത്തേണ്ടി വന്നത്. സലാമക്ക, നമ്മൾ പറഞ്ഞെടുത്തോണ്ട് ഏതായാലും ഞാൻ ആദ്യം തുടങ്ങാം അല്ലേ. ശരിക്കും അല്ല, അർജന്റീനയ്ക്ക് നിലവിൽ പിന്നെ സെമി വരെ ശക്തരായ എതിരാളികൾ ആരും ഇല്ല. ഇപ്പോഴത്തെ പിന്നെ ടീമിൻ്റെ ഫിക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി സെമി വരെ ഇല്ലാതായി. പക്ഷേ കഴിഞ്ഞ കളികളിലൊക്കെ അർജന്റീനിയൻ പോസ്റ്റിൽ ഗോളുകൾ വീണിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് കളിച്ച പിന്നെ കേപ്പ് വെർദെ അടക്കം 2 ഗോളുകൾ സ്കോർ ചെയ്തിട്ടുണ്ട്. സ്കോർ ചെയ്യാന്ന് പറഞ്ഞാൽ അതപ്പോൾ അവരുടെ ഒരു ഡിഫൻസിൻ്റെ ഒരു മിസ്സിംഗ് ആണ് ശരിക്കും കാണിക്കുന്നത്. കാരണം ഇതിനു മുമ്പത്തെ കേപ്പ് വെർദേൻ്റെ കളികളിലൊക്കെ അവർ ഡിഫൻസീവ് ഗെയിമാണ് കളിച്ചിരുന്നത്. ഇത് ഇവരുടെ ദൗർബല്യം കണക്കിലെടുത്തിട്ടാണ് അവർ ആ 2 ഗോൾ സ്കോർ ചെയ്തത്. അതോടുകൂടി അർജന്റീനൻ പിന്നെ ആരാധകർ, എനിക്ക് തോന്നുന്ന ഈ അടുത്ത കാലത്തൊന്നും അർജന്റീനൻ്റെ കോച്ചിന് തല കുനിച്ച് നിൽക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളത്. അത് കഴിഞ്ഞ കേപ്പ് വെർദേനായിട്ടുള്ള കളിയിൽ തല കുനിച്ചല്ലാതെ നിൽക്കേണ്ട ആവശ്യം പിന്നെ ഒന്നും ശരിക്കും അവർക്ക്. അതുപോലെ ഇന്നത്തെ കളി ശരിക്ക് അർജന്റീന ഈസിയായിട്ട് ജയിക്കേണ്ടതാണ്. പക്ഷേ ഒരു പിന്നെ ആഫ്രിക്കൻ ടീം എന്നുള്ള നിലക്ക് ശരിക്ക് നമ്മുടെ സ്ഥലമടക്കം അടങ്ങുന്ന അവരുടെ മുൻനിര ഫോമിലെത്തുകയാണെന്നുണ്ടെങ്കിൽ അർജന്റീന കേപ്പ് വെർദേനെ കളിച്ചിനെക്കാട്ടും കൂടുതൽ ഒന്നുകൂടെ വിഷമിക്കേണ്ടി വരുന്നുള്ള കാര്യത്തിൽ അല്ല, യാതൊരു ടെൻഷനും ഇല്ല. കാരണം ഇപ്പോൾ നമ്മളെ സുഹൃത്ത് ഷമീർക്ക പറഞ്ഞ പോലെ ആഫ്രിക്കൻ ടീമിനായിട്ടും ഈജിപ്തിനായിട്ടും ഓൾറെഡി ഒരു കളി കളിച്ചതാണ്. ഒരു ഫ്രണ്ട്ലി മാച്ച് പിന്നെ ഒരു കളി കളിച്ചതാണ്. 2-0 ഈജിപ്തിനെ തോൽപ്പിച്ചാണ്. നമ്മളെ റിക്വൽമി അതുപോലെ അഗ്യൂറൊക്കെ ഉള്ള സമയത്ത് ഓൾറെഡി കളിച്ചാണ്. പിന്നെ കേപ്പ് വെർദേനായിട്ട് കളിച്ച സമയത്ത് തന്നെ ഓൾറെഡി കോച്ചിനെ അറിയാമായിരുന്നു കുറച്ച് ടൈറ്റ് ആയിരിക്കും. തീർച്ചയായിട്ടും. കാരണം അവരുടെ ഡിഫൻസീവ് ഗെയിമാണ്. അവർ കളിച്ച കളിയൊക്കെ എടുത്തു നോക്കുക. ഫസ്റ്റ് റൗണ്ടിൽ കളിച്ച കളിയൊക്കെ എടുത്തു നോക്കുക. സ്പെയിനായിട്ടും അവർ ഫസ്റ്റ് കളിച്ചു. സ്പെയിനിന്റെ മെയിൻ പ്ലേയേഴ്സിനൊക്കെ അവർ ബെഞ്ചിൽ ഇരുത്തിയിട്ടാണ് ഒരു സെക്കൻഡ് ടീമിനെയാണ് സ്പെയിന് ഫസ്റ്റ് ലെവൽ കളിപ്പിച്ചത്. പക്ഷെ ഒരു 70 മിനിറ്റ് വരെയൊക്കെ സ്കോർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒരു 70 മിനിറ്റിന് ശേഷം എമാലിനെ ഇറക്കി. പക്ഷെ എന്നിട്ട് അവർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞില്ല. ഉറുഗ്വേനായിട്ടും കളിച്ചു. ഉറുഗ്വേ സ്കോർ ചെയ്തു. അത് വീണ്ടും മടക്കി, വീണ്ടും ഉറുഗ്വേ സ്കോർ ചെയ്തു, വീണ്ടും മടക്കി 2-2. സൗദി അറേബ്യനായിട്ടും അവർ കളിച്ച ഫസ്റ്റ് റൗണ്ടിൽ 3 കളിയും അവർ ഡ്രോ ആണ്. പിന്നെ വരുന്നത് അർജന്റീനയായിട്ടായിരുന്നു.
അപ്പോൾ പിന്നെ കപ്പവർദ്ധനായിട്ടുള്ള ആ പ്രസ്സിങ്ങും പുഷിങ്ങും ഒന്നും ഈജിപ്തിനായിട്ടും ഈജിപ്തിന്റെ ഒരു മെയിൻ പ്ലെയർ മുഹമ്മദ് സല എല്ലാവർക്കും അറിയാം. സല കളിക്കുന്ന ലിവർപൂളിന്റെ മെയിൻ പ്ലെയറാണ്, യൂറോപ്പിൽ കളിക്കുന്ന പ്രീമിയർ ലീഗിൽ കളിക്കുന്ന സല. പക്ഷെ നമുക്ക് അത്ര ഒരു ടെൻഷൻ, ആഫ്രിക്കൻ ടീമാണ്, പക്ഷെ അത്ര ഒരു പിന്നെ അത്ര പെട്ടെന്ന് അത്ര ഘട്ട ഒരു ടാസ്ക് നമുക്ക് വരില്ല. പിന്നെ ലൈനപ്പിലൊക്കെ ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുന്നു. അത് ഈ ആഫ്രിക്കൻ ടീമിൽ പറഞ്ഞാൽ നൈജീരിയ, കാമറൂൺ ഇതൊക്കെയാണ് മെയിൻ ടീമുകൾ. അവരൊക്കെ തോൽപ്പിച്ച് പിന്തള്ളിയിട്ട് മുന്നിലേക്ക് വന്ന ടീമുകളാണ് ഇപ്പോൾ കളിക്കുന്ന ആഫ്രിക്കൻ ടീമുകൾ. അപ്പോൾ അവർ എന്തുകൊണ്ടും മികച്ച ടീമുകൾ തന്നെയാണ്. അതുപോലെ ഈ മറ്റേ അല്ല റേഞ്ചിൽ അവർ പിന്നെ പിന്നോട്ടാണെങ്കിലും അവർ തോൽപ്പിച്ച് വന്നല്ലേ. ഇപ്പോൾ ഫ്രാൻസ് പിന്നെ യൂറോപ്പിലാണെച്ചെങ്കിൽ നോർവേ വന്നത് 92 ഇപ്പോഴാണ് നോർവേ വന്നത്. അപ്പോൾ അതൊക്കെ വ്യത്യസ്ത അവരെ മികവ് കൊണ്ട് വന്നാണ്. ഇപ്പം കാമറൂൺ ഉണ്ടോ, നൈജീരിയ ഉണ്ടോ, ആഫ്രിക്കൻ ടീമിലെ മെയിൻ ടീമുകളാണ്. ഇന്നത്തെ കളികളിൽ ഞാൻ അർജന്റീന ജയിക്കണം. ഒരു 3-1 ലെവലെങ്കിലും അർജന്റീന ജയിക്കും. ഞാൻ ബ്രസീലല്ല, ഹോളണ്ടാണ്. ആദ്യം പോയി, നമുക്ക് കൂടുതൽ പറയാനൊന്നുമില്ല. ഇന്നത്തെ കളി കളിച്ച് തീർക്കട്ടെ, എന്നിട്ട് നോക്കാം. കൂടുതലൊന്നും പറയാനില്ല. നോക്കാം. എന്താണെങ്കിലും പ്രഗത്ഭരൊക്കെ തന്നെ ഇപ്പോൾ കളത്തിന് പോയി. റൊണാൾഡോ പോയി, അതേപോലെ നെയ്മർ പോയി. ഇനിയിപ്പോൾ ഈ നിലവിൽ നമ്മളെ സംബന്ധിച്ചോളം പിന്നെ നമ്മുടെ എംബാപ്പെ, മെസ്സി അതുപോലെയുള്ള ആളുകൾ മാത്രമേ ഇപ്പോൾ നിലവിൽ ബാക്കിയുള്ളൂ. പക്ഷേ കളികൾ കടുക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം ഒരുപാട് നല്ല ടീമുകളുടെ നല്ല കളികൾ നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നോർവേ ഒക്കെ ബ്രസീലിനെ അടിക്കുന്ന കളി കാണുമ്പോൾ നമ്മൾ ശരിക്ക് പ്രതീക്ഷിക്കാതെ അത്രയും നല്ല എന്താ പറയുക, അത്രയും നല്ലൊരു മാച്ചായിരുന്നു ശരിക്ക് നോർവേ ആ കളി കളിച്ചത് ശരിക്ക്. അതേപോലെ തന്നെ ഇന്ന് രണ്ടാമത്തെ മാച്ച് നടക്കുന്ന കൊളംബിയ നല്ല ടീം. ഇതുവരെ കളിച്ച കളികളൊക്കെ കൊളംബിയ അസാധ്യ പെർഫോമൻസാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അതുപോലെ കളി നന്നായിട്ട് വരും തന്നെയാണ്. അർജന്റീന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അർജന്റീനയെ സംബന്ധിച്ചോളം സെമി വരെ അവർ ഈസി ആയിട്ട് പോകുമെന്നുള്ളതാണ്. പക്ഷേ അപ്പുറത്തേക്ക് കാണാനാണ് സെമി മുതലേ അവർക്ക് ടൈറ്റ് ആവും. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളാണ്. ഇവിടെ കളി കാണാനുള്ള ഒരുക്കങ്ങളൊക്കെ അങ്ങനെ വലിയ സ്ക്രീനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് 2 കടകൾക്കിടയിലുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ രാത്രി കടകളെല്ലാം അടച്ചു കഴിഞ്ഞാൽ ഈ ഗലി പിന്നെ ഫുട്ബോൾ ഗലിയാണ്. ഇത് ഫുട്ബോൾ ഗലി എന്നാണ് മലപ്പുറം ഇതിൽ പറയാൻ പോകുന്നത്. അപ്പോൾ അവിടെ കളി കാണാനുള്ള ഒരുക്കങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ അർജന്റീനയുടെ മലപ്പുറത്ത് അറിയപ്പെടുന്ന ഫാനായിട്ടുള്ള സാലിക്കാണ് ഇതിൻ്റെ എല്ലാം മുന്നിൽ. ഇതാണ് നമ്മളെ ഫുട്ബോൾ ഗലി അല്ലേ? ഇതാണ് നമ്മളെ ഗള്ളി. കഴിഞ്ഞ പ്രാവശ്യം ഒരു 3-4 വേൾഡ് കപ്പ് ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ എല്ലാവരും സപ്പോർട്ടാണ് ഈ കാര്യത്തിൽ. എല്ലാ ഫാൻസും അർജന്റീനയിലും ബ്രസീലായി കഴിഞ്ഞാലും. ഇനിയിപ്പോൾ ഇന്ന് അർജന്റീന പുറം പോയി, ഇന്നലെ ബ്രസീൽ പുറം പോയി, പിന്നെ പോർച്ചുഗൽ പുറം പോയി. എന്നാലും ഞങ്ങൾ ഈ കളി ഇവിടെ നിരന്തരമായിട്ട് രാത്രി 1 മണിക്കൂർ 1.5 മണിക്കൂർ. ഇതിന്റെ ഒരു ഗുണകരല്ലേ, കടയെല്ലാം അടച്ച് ഇവിടെ. അതെ, ഒരു 9:30. അത് യൂറോപ്യൻ കൺട്രിയിലാണ് നമുക്ക് കുറച്ചുകൂടി കളി കാണാനും ആ ടൈമും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി കംഫർട്ടാവും. ഇത് 12:30 മണി, 2:30 മണി, 3:30 മണി, 5:30 മണിക്ക് കളി നടക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ കളി കാണാനും നമ്മൾ കാണും. ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓപ്പൺ ആക്കി കൊടുക്കുകയും ചെയ്യും. അതാണ് എൽദോ നമ്മുടെ മലപ്പുറത്തിന്റെ ഫുട്ബോളിന്റെ ആവേശം. നമ്മളൊക്കെ പറയുന്നതിനപ്പുറത്തെ ലെവലാണ് ഇവിടെ നമുക്ക് അർജന്റീനയുടെ കളിയൊക്കെ കാണുമ്പോൾ, അതിന്റെ ഒരുക്കങ്ങൾ കാണുമ്പോൾ പങ്കുവെക്കാനുള്ളത്. എൽദോ റൈറ്റ്. എന്നാലും ആ ചേട്ടൻ പറഞ്ഞത് നെയ്മർ പോയി, റൊണാൾഡോ പോയി, മെസ്സി പോയി എന്നൊക്കെ പറയുന്നു. ഇന്നങ്ങനെ മെസ്സി പോയില്ലേ. പിന്നെ ചേട്ടാ, അർജന്റീന ആരാധകർക്ക് സന്തോഷിക്കാനുള്ള ദിവസമായി മാറട്ടെ എന്ന് പ്രതീക്ഷ വെക്കുകയാണ്. താങ്ക് യു അനുമോദ് ഫോർ ജോയിനിങ്. അനുമോദാണ് മലപ്പുറത്ത് നിന്ന് ചേർന്നത്. ഞാൻ അജ്മലിലേക്ക് കൂടി പോവുകയാണ്. അജ്മൽ വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്നും ചേരും. അജ്മൽ, ഈ അർജന്റീന ഇന്ന് കളത്തിലേക്ക് എത്തുമ്പോൾ ഈജിപ്തിനെതിരെ കേബോ വെർദെക്കെതിരെ കളിച്ച ടീമിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കാമോ? ഏതാണ്ട് 4 മാറ്റങ്ങൾ വരെ ഉണ്ടാകുമെന്നാണ് സൂചനകൾ, റിപ്പോർട്ടുകൾ വരുന്നത്. അതെ, തീർച്ചയായും നമുക്ക് കഴിഞ്ഞ കളി നമ്മൾ കണ്ടതാണ്. അർജന്റീനയുടെ ഡിഫൻസ് വിങ് പോയാണ് അവർ 2 ഗോൾ അടിച്ചത്. ആ കളിക്ക് ശേഷം സ്ക്രീനിൽ തന്നെ പറയുകയുണ്ടായി, ഞങ്ങൾക്ക് പാളിച്ചകൾ പറ്റി, അടുത്ത കളി ഇനി ആ പാളിച്ചകൾ പരിഹരിച്ച് മുമ്പോട്ട് പോകുന്നു. പക്ഷെ അന്ന് കഴിഞ്ഞ കളി ആ പാളിച്ച പറ്റിയത് ഒരു പക്ഷേ അജ്മലിന്റെ ഓഡിയോയിൽ ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ തിരികെ എത്താൻ ഞാൻ നിതിനിലേക്ക് പോവുകയാണ്. നിതിനെ ആദ്യം ഒന്ന് ട്രോള് വിട്ടതാണ്. നിതിൻ മോഹൻ, തിരുവനന്തപുരത്ത് നിന്ന്. നിതിൻ, ബ്രസീൽ പോർച്ചുഗൽ കമ്പൈൻഡ് ഫാനെ എങ്ങനെയാണ്? അർജന്റീന ആരാധകർ കൂടുതലായി എത്തുന്നുണ്ടോ? എത്തുന്നുണ്ട്. നമുക്ക് 2 കുട്ടി ആരാധകർ ഇവിടെ കാണാം എൽദോ. അവരോട് തന്നെ ചോദിക്കാം. അവരിപ്പോൾ വളരെ ആവേശത്തിൽ, ഇപ്പോഴേ അവർ കളി തുടങ്ങി. ഇന്ന് 5 ഗോളൊക്കെ അടിക്കുന്ന നമ്മുടെ കുട്ടി ആരാധകർ പറയുന്നത് എന്താണ്? ഇന്ന് എത്ര ഗോള് മെസ്സി അടിക്കും? മെസ്സി തന്നെ ഇപ്പൊ ഹാട്രിക് ഒക്കെ അടിച്ച് തീർത്ത് തരും. അതൊക്കെ അത്രേ ഉള്ളൂ. ഇനി ബാക്കിയുള്ള ബേഴ്സും കൂടെ ചേർന്ന് 5 ഗോളൊക്കെ അടിച്ച് ജയിക്കും. 5 ഗോളിനാണ് ജയിക്കാൻ പോകുന്നത്. പോലുള്ള നല്ലൊരു പ്ലെയർ ഉണ്ട്. അപ്പം നല്ല പ്ലെയർ ഒക്കെ തന്നെയാണ്. ബട്ട് അർജന്റീന അടുത്തൊന്നും നടക്കൂല. ഒന്നും നടക്കത്തില്ല. ഇല്ല. കഴിഞ്ഞ തവണ കപ്പടിച്ചപ്പോഴത്തേക്ക് ഭയങ്കര ആവേശത്തിലായിരുന്നു. 4ാമത്തെ ലോഡിംഗ് ആണ്. അപ്പം 4ാമത്തെ കപ്പ് ഈ വർഷം ഉറപ്പായി അടിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. ഉറപ്പ്. ഇന്ന് 5 ഗോൾ അടിച്ചിരിക്കും.
സല നല്ലൊരു പ്ലെയർ ആണ്. നിങ്ങൾ രണ്ടുപേരും ഫുട്ബോൾ കോച്ചിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാരാണ്. അപ്പം സലയും അങ്ങനെ എഴുതി തള്ളാൻ സാധിക്കുമോ? അങ്ങനെ സാധിക്കില്ല, പക്ഷെ അർജന്റീന ഡിഫൻസ്. എൽദോ, എന്തായാലും കുട്ടികളും ഇവിടെ എത്തിയ ആൾക്കാരെല്ലാവരും ആവേശത്തിലാണ്. പിന്നെ ഒരു കൗതുകരമായിട്ടുള്ള കാഴ്ചയാണ്, കഴിഞ്ഞ തവണ കേബോ വെർഡെക്കെതിരെയുള്ള മത്സരത്തിൽ അർജന്റീന തോക്കുമെന്ന് നമ്മളൊരു സ്വാമി പ്രവചിച്ചിരുന്നു. അതേപോലെ നമുക്കിവിടെ ഒരു പ്രവചന സ്വാമിയും കൂടിയുണ്ട്. അദ്ദേഹത്തിനോടുകൂടി നമുക്ക് കാര്യം ചോദിക്കാം. ഇന്നത്തെ മത്സരത്തിനുള്ള താങ്കളുടെ പ്രവചനം എന്താണ്? പ്രവചിക്കാനായിട്ട് നേരത്തെ 2014, 18, 22 നേരത്തെ 3 പ്രവചിച്ചു. ഇതുകൊണ്ട് പ്രവചിക്കാനുള്ള താല്പര്യം കുറവാണ്. കാരണം എന്ന് വെച്ചാൽ 2018 22 കളി ഇപ്പോൾ 2018 ഡിക്ലെയർ ചെയ്തു. 22 കളി അർജന്റീനയ്ക്ക് കിട്ടുമെന്നുള്ളത് 2018 ഡിക്ലെയർ ചെയ്തു. പിന്നെ തന്നെയാണ് ഞാൻ തന്നെ 2014, 2018, 2022. 2018 ഫസ്റ്റ് മാച്ച് നടന്ന പിന്നെ ഫ്രാൻസ് കപ്പ് എടുക്കുമെന്നും 2022 കപ്പ് അർജന്റീന എടുക്കുമെന്ന് 2018 ഡിക്ലെയർ ചെയ്തു. അത് ബേസ് വീക്ക് കൊടുത്തിട്ടുണ്ടാകും. ഈ വർഷത്തെ 2026 കപ്പ് ആര് കൊണ്ടു? ഈ വർഷത്തിൽ അങ്ങനെ കളി കാണാൻ താല്പര്യമില്ലായിരുന്നു. എങ്കിലും മത്സരങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അഭിപ്രായം പറയാനാണ്. ഇപ്പോഴത്തുള്ള കളി കാണാൻ താല്പര്യമില്ലായിരുന്നു. കാണാൻ വേറെ ഒന്നുമില്ല. എങ്കിലും പിന്നെ ഇവിടെ ഉള്ളതിന്റെ പേരിൽ ഞാൻ ഇപ്പോൾ ഇവിടെ കാണില്ല. വടക്കേ യാത്രയുണ്ട്. ഉള്ളതിന്റെ പേരിൽ ഇത്തവണ പറയാൻ മൂടെ വിട്ടാം. കളി കാണുന്ന അത്രയുള്ളൂ. കാണുന്ന വെച്ചാൽ താല്പര്യം കുറവാണ്. അപ്പം എന്തായാലും എൽദോ, വളരെ വാശിയേറിയ മത്സരം തന്നെയായിരിക്കും ഇന്ന്. കാര്യം ഈജിപ്തിനെതിരെയായി അർജന്റീന മത്സരിക്കുകയാണ്. മുഹമ്മദ് സല, ലിയോ മെസ്സി രണ്ടുപേരും നേർക്കുനേരെത്തുകയാണ്. എന്തായാലും വാശിയേറിയ ഒരു മത്സരം തന്നെ ആയിക്കോട്ടെ. അർജന്റീന കപ്പടിക്കട്ടെ, ഞാനും പറയുകയാണ് എൽദോ. അർജന്റീന കപ്പടിക്കട്ടെ. താങ്ക് യു. നിതിനാണ് ചേർന്നത്. വളരെ വിഷമത്തോടുകൂടി നിതിൻ പറയുകയാണ് അർജന്റീന ജയിക്കട്ടെ എന്ന്. ബ്രസീലും പോർച്ചുഗലും പരാജയപ്പെട്ടതിന്റെ ഒരു നിരാശയിലാണ് നിതിൻ. ഞാൻ അജ്മലിലേക്ക് തിരികെ പോവുകയാണ്. അജ്മൽ, നമ്മൾ ടീമിന്റെ ലൈനപ്പിനെ പറ്റിയാണ് ചോദിച്ചത്. ടീം ലൈനപ്പിൽ ഒരു വ്യക്തത വന്നോ? എന്തെങ്കിലും മാറ്റങ്ങൾ കാര്യമായി സ്കലോണി കളത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ? അതെ, തീർച്ചയായും എൽദോ. ഏകദേശം 3 മാറ്റങ്ങൾ കൺഫേം ആയിട്ട് പറയുന്നുണ്ട്. അത് ഈ സെൻറ്റർ ഫോർവേഡിൽ മാർട്ടിനസിന് പകരം ജൂലിയൻ അൽവാരസ് വരുമെന്നാണ് ഇപ്പോൾ കിട്ടിയത് ഏറ്റവും പുതിയ വിവരം. അതുപോലെ തന്നെ മിഡ്ഫീൽഡിൽ അൽമാഡയ്ക്ക് വരം പരഡസും, പിന്നെ ഡിഫൻസീവിൽ മെദീനയ്ക്ക് വരാൻ ടാഗ്ലിയോ ഫിക്കയും. ഈ 3 മാറ്റങ്ങളാണ് നിലവിൽ സ്കലോണി മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. നമുക്കറിയാം സ്കലോണി സർപ്രൈസുകളുടെ കോച്ചാണ്. ലാസ്റ്റ് വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾ. ആ തന്ത്രങ്ങളുടെ മികവുകൊണ്ടാണ് അർജന്റീനയ്ക്ക് 36 വർഷത്തിന് ശേഷം വേൾഡ് കപ്പ് അടിക്കാൻ പറ്റിയത്. കഴിഞ്ഞ കളിയേറ്റ കബോ വെർദയ്ക്കെതിരെ ഏറ്റ ഒരു ക്ഷീണമുണ്ട്. കാരണം ലോക ചാമ്പ്യന്മാരായിട്ട് പോലും ഒരു കുഞ്ഞൻ രാജ്യത്തിനോടാണ് അവർ പൊരുതിയിരുന്നത്. അത് സ്കലോണി സമ്മതിക്കുകയും ചെയ്തു. സ്കലോണി പിന്നീട് വന്ന പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി, തങ്ങൾ ഇതുവരെ പ്രതീക്ഷിക്കാത്ത തരത്തിലൊരു ഒരു പോരാട്ടമായിരുന്നു പറ്റിയത്. തങ്ങൾക്ക് ഒരുപാട് പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്. ആ പാളിച്ചകളിൽ നല്ലൊരു പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഒരുപക്ഷെ ഏകദേശം 3ഓളം മാറ്റങ്ങൾ വരുത്തി. സ്കലോണിയുടെ ഒരു ഐഡിയൽ സ്ക്വാഡാണ് ഇപ്പോൾ എൻ്റെ തൊട്ടുപുറകെ കാണുന്നത്. ഈ സ്ക്വാഡ് വെച്ചാണ് അദ്ദേഹം വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിൽ ബ്രസീലിനെതിരെ ടീമിനെ ഇറക്കിയതും. ആ കളി നമ്മൾ കണ്ടതാണ്. 3-0 ബ്രസീലിനെ തകർക്കുകയും ചെയ്ത ഒരു ഐഡിയൽ സ്ക്വാഡാണ് എൻ്റെ തൊട്ടുപുറമുള്ള സ്ക്രീനിൽ കാണുന്നത്. അന്ന് മെസ്സി ഇല്ലായിരുന്നു. മെസ്സി അന്ന് ഇഞ്ചേർഡ് ആയിരുന്നു. മെസ്സിക്ക് പകരം മാർട്ടിനസ് ആയിരുന്നു. പക്ഷേ ഇന്ന് ഈ വേൾഡ് കപ്പിലെ ടോപ്പ് സ്കോററായ 2 ഗോൾഡ് ബോൾ ജേതാവായ മിശിഹ എന്നവർക്ക് ഒപ്പമുണ്ട്. അപ്പം എന്തായാലും ഐഡിയൽ സ്കോറിനൊപ്പം മെസ്സിയും കൂടി ചേരുമ്പോൾ എന്തായാലും കഴിഞ്ഞ കളി പോലെ അത്ര പാടായിരിക്കത്തില്ല അർജന്റീനയ്ക്ക്. ഇക്കളി എന്തായാലും അർജന്റീന കുറച്ചും കൂടി നല്ല വ്യക്തമായിട്ട് കളിക്കും. ഡിഫൻസീവ് പൊട്ടാത്ത രീതിയിൽ തന്നെ കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റൈറ്റ്, അജ്മലാണ് ചേർന്നത് വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന്. അജ്മൽ സൂചിപ്പിച്ചതുപോലെ ആ ലോകകപ്പ് യോഗ്യതാ ഘട്ടത്തിൽ ബ്രസീലിനെ തോൽപ്പിച്ച സ്കലോണിയുടെ ഏറ്റവും മാസ്റ്റർ പീസ് ലൈനപ്പ് തന്നെ ഇന്ന് കളത്തിലേക്ക് എത്തുന്നു എന്ന് പ്രതീക്ഷിക്കാം. ഇനിയും മറ്റൊരു ഇതിഹാസത്തിന്റെ പടിയിറക്കമാണ് ഈ രാത്രിയിൽ നമ്മൾ കണ്ടത്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ലോകകപ്പ് നേട്ടത്തിന്റെ തിളക്കമില്ലാതെ വിശ്വവേദിയിൽ നിന്നും ക്രിസ്ത്യാനോ റൊണാൾഡോ മടങ്ങി. അവസാന ലോകകപ്പ് മത്സരത്തിൽ ഗോൾ നേടാൻ പോലും കഴിയാതെ കണ്ണീരോടുകൂടിയാണ് ഇതിഹാസ താരം തിരികെ കയറിയത്. 6 ലോകകപ്പുകളിൽ ഗോൾ നേടി എന്ന അത്യപൂർവമായ നേട്ടത്തിന്റെ തിളക്കം റൊണാൾഡോയ്ക്ക് മാത്രം സ്വന്തമാണ്. ആ ആഘോഷം ഇനി വിശ്വവേദിയിലില്ല. കണ്ടാലും കൊതി തീരാത്ത സെലിബ്രേഷൻ ലോകകപ്പിന്റെ ഓർമ്മകളിൽ ഒതുങ്ങും. മദീറയുടെ രാജാവ് ബൂട്ടഴിക്കുന്നില്ല എന്നത് സന്തോഷമാണ്.
2006 ജർമ്മനിയിൽ തുടങ്ങി 6 ലോകകപ്പുകളിൽ റൊണാൾഡോയുടെ ആഘോഷം നമ്മൾ കണ്ടു. 7-ാം നമ്പർ 10-ാം നമ്പറിനും മേലെയാണെന്ന് സ്ഥാപിച്ച് നിൽപ്പ് ഒരു കാലഘട്ടത്തിന്റെ നിർവചനമാണ് CR7. രാജ്യാന്തര ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം. അവസാന ലോകകപ്പ് ഗോൾ ക്രൊയേഷ്യക്കെതിരായ നോക്കൌട്ടിൽ. 2006 തന്റെ ആദ്യ ലോകകപ്പിൽ സെമി ഫൈനൽ കളിച്ചതാണ് വിശ്വവേദിയിലെ പ്രധാന നേട്ടം. 2018 സ്പെയിനെതിരായ ഹാട്രിക്ക് അന്ന് സോച്ചിയെ മാത്രമല്ല പ്രകമ്പനം കൊള്ളിച്ചത്. അവസാന മത്സരം പക്ഷേ ഓർമ്മിക്കാൻ ആഗ്രഹിക്കില്ല ഈ ഫുട്ബോൾ ജീനിയസ്. ആകെ 19 ടച്ചുകൾ മാത്രം, പൂർത്തിയാക്കിയത് 10 പാസുകൾ. കോർട്ടിന് തീപിടിപ്പിച്ച ഗർജനമായിരുന്നു ശീലമെങ്കിൽ ഇന്നത് വിങ്ങിപ്പൊട്ടിയുള്ള കണ്ണീരിന് വഴിമാറി. ശീലമില്ലാത്ത കാഴ്ചയായിരുന്നു ക്രിസ്ത്യാനോ ആരാധകർക്കത്. വൈകാരികമായി ആലോചിച്ച് തിടുക്കത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നില്ല എന്ന് CR7. രാജ്യാന്തര കരിയറിൽ റൊണാൾഡോ തുടർന്നേക്കും. Bueno, normal, triste por salir así del Mundial, pero como ha dicho ayer en la conferencia de prensa, ha dado todo, pues ha dado mi mejor y salgo de conciencia tranquila. No, este es el fútbol, esta es la vida de un futbolista, a veces se gana, a veces se pierde y hay que seguir. La verdad que fue mi último Mundial, sí, pero lo demás... Tendré tiempo para pensar, estar con mi familia, no decidir las cosas de cabeza caliente y seguir la vida. ഇനിയും പോർച്ചുഗൽ ജേഴ്സിയിൽ റൊണാൾഡോയെ കാണുമെന്ന് ആശിക്കാം. ആ ജേഴ്സിയിൽ നെഞ്ചുവിരിച്ചുള്ള നിൽപ്പുണ്ടല്ലോ. എതിരാളികൾ മോഹിക്കില്ലേ കളത്തിൽ അങ്ങനെ ചില കാഴ്ചകൾ? വെൽക്കം ഡെസ്ക് ന്യൂസ് 18. ഇപ്പോൾ 9:30 ലയണൽ മെസ്സിയും സംഘവും ഈജിപ്തിനെ നേരിടാൻ പോകുന്നത്. കാത്തിരിക്കാം. അറ്റ്ലാന്റയിൽ മെസ്സിയുടെ ഗോൾ പിറക്കുമെന്നുള്ള ആഗ്രഹത്തിൽ മുഹമ്മദ് സലയുടെ മിന്നും പ്രകടനത്തിനായി. ഫുട്ബോളം വീണ്ടും നാളെ രാവിലെ.